ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു റെസിൻ കോസ്റ്റ്യൂം മേക്കിംഗ് കിറ്റിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബിഗിനർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും എനിക്ക് അറിയുന്നതും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കിറ്റ് തൃശ്ശൂർ ഫെജിയിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാനിതൊരു 510 റുപ്പീസിനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് റെസിൻ ആർട്ടിൻ്റെ എപ്പോക്സി ക്ലിയറും അതുപോലെ ഹാർഡനറും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗ്ലൗസ്, മാസ്ക്, പിന്നെ നമ്മുടെ ഇതൊരു കോസ്റ്റ്യൂം മേക്കിംഗ് കിറ്റ് ആയിക്കൊണ്ട് കോസ്റ്റ്യൂം മേക്കിംഗ് മോൾഡ്, അതുപോലെ തന്നെ ഗോൾഡൻ ഫ്ലേക്സും പിന്നെ ഗ്ലോബൽ ഗ്രീനിൻ്റെ പിഗ്മെൻറ്റും പല ഇതിലും നമുക്ക് പല കളേഴ്സിൽ പിഗ്മെൻ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എനിക്ക് ഗ്ലോബൽ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിത് കൂടാണ്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കും അതുപോലെ തന്നെ ഡ്രൈഡ് ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഈ കിറ്റിൽ അവൈലബിൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആൽഫബറ്റിൻ്റെ ഒരു കീ ചെയിൻ്റെ ഒരു മോൾഡായിരുന്നു കേട്ടോ. ഇതും ഞാൻ എക്സ്ട്രാ ആയിട്ട് 100 സംതിങ്ങിന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ പേപ്പർ ഗ്ലാസ് എൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നല്ല സേഫ്റ്റി ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. കൈമൊക്കെ വീണ് കഴിഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പൊള്ളൽ അങ്ങനത്തെ ബേണിങ് എഫക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കിറ്റിലുണ്ടായിരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഈ ഒരു ആൽഫബറ്റിക് മോൾഡും അതുപോലെ കീ ചെയിനാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫെജിയിൽ നിന്ന്. അപ്പം പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ്. ഒരു പിങ്ക് കളർ, അത് നല്ല സക്സസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വെക്കേഷനൊക്കെ ഇല്ല, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം വെക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും ഇനി മാക്സിമം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടുതലും പുറത്തത്തെ ആൾക്കാരൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റുന്ന വീഡിയോസ് എല്ലാം വോയിസ് ഓവർ അല്ലാതെ പാട്ടുകൾ ഇട്ടിട്ട് എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും മാക്സിമം ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും